അങ്ങനെയുമുള്ള ആളുകളുണ്ട്, അങ്ങനെയുമുള്ള സ്ത്രീകളുണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളും മദ്യപിക്കുന്നു. വിവാഹമോചനം എന്നുള്ളത് ഒരു ഡിബേറ്റിൽ ഇത് ആൺ പെൺ പ്രശ്നമല്ല, ഇത് വിക്ടിം ആയിട്ടുള്ള ഒരാൾ അനുഭവിക്കുന്നത് എന്നതാ. ഇതിൽ പുരുഷന്മാരും അനുഭവിക്കുന്നുണ്ട്, സ്ത്രീകളും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കുറ്റം ചെയ്യുന്നത് പുരുഷന്മാരാണ്. കാരണം സ്ത്രീകളാണ് ഏറ്റവും പീഡിപ്പിക്കപ്പെടുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പം നിർഭാഗ്യവശാൽ ഈ വിവാഹമോചന കാര്യങ്ങളിലും ചേട്ടനെ പോലത്തെ കേസുകളും ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അനുഭവിക്കുന്നു എന്നുള്ളതാ. ചേട്ടനെ പോലെയുള്ളവർ അനുഭവിക്കുന്നത്. സോറി ടു ഇന്ററപ്റ്റ്. ഇപ്പം പറഞ്ഞല്ലോ, വേണ്ട, ഇവിടെ ഇന്റർപ്ഷൻ ആണ് മെയിൻ പരിപാടി. ആണുങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷെ ഈ റീസെന്റ് ഒരുപാട് ന്യൂസ് പത്രങ്ങളിൽ വന്നിരുന്നല്ലോ, അത് നിങ്ങളാരും വായിക്കുന്നില്ലേ? ചേട്ടൻ പറഞ്ഞു ശരിയാ. റീസെന്റ് കേസുകൾ വന്നത് ഒരു കുറേ കേസുകൾ, ബസ്സിൽ ഇഷ്യൂ ആണെങ്കിൽ കുറേ കേസുകൾ വരുമ്പം അതിൽ ഒന്ന് വരുമ്പം ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ന്യൂസ് ആയതുകൊണ്ട് ഒരുപാട് അറ്റൻഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ചേട്ടാ. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അറ്റൻഷൻ അത് വിചാരിച്ച ആണുങ്ങളും അനുഭവിക്കുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. പക്ഷെ കൂടുതൽ എപ്പോഴും പെണ്ണുങ്ങളല്ലേ? അങ്ങനെയല്ല. നിങ്ങൾ ഈ കേരളത്തില് ഏറ്റവും കൂടുതൽ ഈ കഴിഞ്ഞിടയ്ക്ക് ആത്മഹത്യ ചെയ്ത ആൾക്കാരുടെ എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുരുഷന്മാരുടെ എണ്ണമാണ് കൂടുതൽ സ്ത്രീകളെ അപേക്ഷിച്ച്. അതായത് വിവാഹ ജീവിതത്തിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള പുരുഷനും സ്ത്രീയും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ കൂടുതൽ ആത്മഹത്യ ഉണ്ടായിട്ടുള്ള പുരുഷന്മാരിലാണ്. അതായത് ഇപ്പം നിയമം സ്ത്രീകൾക്ക് കുറച്ച് അനുകൂലമായിട്ട് വന്നിട്ടുള്ളതുകൊണ്ട്, ഈ സ്ത്രീകൾക്ക് നിയമം കുറച്ച് ഇളവ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് പലപ്പോഴും നിരപരാധികളായ പല പുരുഷന്മാരും ശിക്ഷിക്കപ്പെടുന്നുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാർ മാത്രമല്ല, ഈ ഭാര്യയും ഭർത്താവും വേറിട്ട് നിൽക്കുകയാണെങ്കിൽ അവരിൽ നിന്ന് വളരെ അകന്നു മാത്രം താമസിക്കുന്ന മാതാപിതാക്കളെ പോലും ഗാർഹിക പീഡനത്തിൽ കേസ് കൊടുക്കുക എന്നുള്ളതാണ് ഈ സ്ത്രീ ആദ്യം ചെയ്യുന്നത്. അവർ പറഞ്ഞത് ഭയങ്കര ശരിയാണ്. പക്ഷെങ്കിൽ ഈ വിവാഹമോചനത്തിന് ഗാർഹിക പീഡനം കൊടുക്കേണ്ടി വരുന്നത് ഈ പെണ്ണ് ആ ഗൃഹത്തിൽ പോവേണ്ടി വരുന്നത് കൊണ്ടാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.